അല്ല അത് പോകുന്നില്ലല്ലോ. ഞങ്ങൾ തന്നെ പല പ്രാവശ്യം, അതായത് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഒരു രാഷ്ട്രീയ രക്ഷാകർതൃത്വമുണ്ട്. നിങ്ങൾ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കിയേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ മാഫിയയെ ലോക്കലായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. ഞാൻ പൊളിറ്റിക്കൽ പേട്രണേജ്, രാഷ്ട്രീയ രക്ഷാകർതൃത്വം എന്നുള്ള വാക്ക് സൂക്ഷ്മതയോടുകൂടിയാണ് ഉപയോഗിച്ചത്. വെറുതെ പറഞ്ഞല്ല, ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞാണ്. നിയമസഭയിൽ പറഞ്ഞ വാക്കാണ് ഞാൻ പുറത്തു പറയുന്നത്. ഉണ്ട്, അതിന്റെ സംരക്ഷണമുണ്ട്. അതാണ് അപകടത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ ഇന്നലെ കഴിഞ്ഞ ദിവസം UDF യോഗത്തിന് ശേഷം UDF കൺവീനർ പറഞ്ഞത് കേരളത്തിലെ ക്യാമ്പസുകളിലും പൊതുസമൂഹത്തും DYFIയും SFIയും ആണ് ഇതിന്റെ എല്ലാം നേതൃത്വം നൽകുന്നതെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം. പക്ഷെ ഇന്നലെ SFI നേതൃത്വം പറഞ്ഞത് വലിയ പ്രചരണം നടത്തുന്നത് ഈ DYFIയും അതുപോലെ SFIയും മാത്രമാണ്. കോൺഗ്രസ് ബോധപൂർവ്വം ഇതിൽ SFIയെ വലിച്ചിഴയ്ക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എത്ര കേസുകളിൽ SFI ഇൻവോൾവ് ആണ്? സിദ്ധാർത്ഥന്റെ കേസ്, മെഡിക്കൽ കോളേജിലെ കേസ്, യൂണിവേഴ്സിറ്റിയിലെ കേസ്, ഞാൻ 1 ഡസൻ കേസ് എടുത്തുതരാം. 1 ഡസൻ കേസുകളെ എടുത്തുതരാം. ആലപ്പുഴ ജില്ലയിലെ വിവിധ സംഭവങ്ങൾ 1 ഡസൻ കേസ് ഞാൻ എടുത്തുതരാം. ഇവർ ഇൻവോൾവ് ആയിട്ടുള്ള, പരസ്യമായിട്ടുള്ള, പുറത്തറിഞ്ഞിട്ടുള്ള കേസ്. പല കേസുകളിലും ഈ ഹോസ്റ്റൽ അതോറിറ്റീസ് മറച്ചുവെക്കുകയാണ്, കോളേജ് അതോറിറ്റീസ് മറച്ചുവെക്കുകയാണ്, രക്ഷകർത്താക്കളും മറച്ചുവെക്കുക. കാരണം കുട്ടികളുടെ ഭാവി ഓർത്തും ഈ സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടേഷൻ ഓർത്തും മറച്ചുവെക്കുക. അതുകൊണ്ടാണ് പുറത്തു വരാത്തത്. വ്യാപകമായി നടക്കുകയാണ്. അവർക്ക് ഡോമിനൻസ് ഉള്ള ക്യാമ്പസുകളിൽ അവരിതിന്റെ ഏജന്റുമാരായി മാറുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഉണ്ട്, ഞങ്ങളുടെ വിലയിരുത്തലാണ്. ഞങ്ങളിത് പുറത്ത് അസംബ്ലിയിലും പറഞ്ഞിട്ടുണ്ട്, പുറത്തും പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അല്ല, പിടിച്ചതിന്റെ ഞാൻ പറഞ്ഞില്ലേ, പിടിച്ചതിലെല്ലാം ഈ കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്നാണ്, ചെറിയ ഗ്രാമുള്ള ആളുകളിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. സോഴ്സ് എവിടെ പിടിച്ചിരിക്കുന്നത്? ആകെ ഒരു കേസാ പറഞ്ഞത്. സപ്ലൈ ചെയ്യുന്ന ബ്രേക്ക് ചെയ്യണ്ടേ? പണ്ട് നമ്മൾ സ്പിരിറ്റ് എങ്ങനെ അവസാനിപ്പിച്ചത്? കേരളത്തിലേക്ക് വ്യാപകമായി സ്പിരിറ്റ് വന്നിരുന്ന ഒരു കാലത്ത് ആ സ്പിരിറ്റ് എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? സ്പിരിറ്റ് കൊണ്ടുവരുന്ന ആളുകളെ, അവിടെ നിന്ന് കൊടുത്തുവിടുന്ന ആളുകളെ വരെ ആ ഒരു സപ്ലൈ ചെയിൻ ഉണ്ട്. നേരത്തെ പറഞ്ഞത്, അത് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലം വരെ ആളെ പിടിച്ച് അകത്തിട്ടപ്പോഴാണ് കേരളത്തിലേക്ക് പിന്നെ സ്പിരിറ്റ് സപ്ലൈ വേണ്ടാന്ന് തീരുമാനിച്ചത്. കേരളത്തിലേക്ക് ഡ്രഗ് സപ്ലൈ വേണ്ട എന്ന് ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ തീരുമാനിക്കണമെങ്കിൽ അതിൽ കുറെ പേര് അകത്തു പോകണം. അതിൽ ആരാ അകത്തു പോയേക്കണ്? അല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം കേസ് വെറുതെ വിട്ടില്ലേ? ഞങ്ങൾ അസംബ്ലി ചോദിച്ചു, വെറുതെ വിട്ടില്ലേ? വിദേശികൾ ഉൾപ്പെടെയുള്ള കേസ്, എറണാകുളത്ത് നിന്ന് പരസ്യമായിട്ട് പിടിച്ച കേസ്. എന്താ കോടതി പറഞ്ഞത്? കൊക്കൈൻ കേസ് പ്രോപ്പർ ആയിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികൾ എടുത്തില്ല. ഈ പോലീസിന്റെ എക്സൈസിന്റെ നടപടി എന്ന് പറയുന്നത് പിടിച്ചാൽ മാത്രം പോരാ, പിടിച്ച് പത്രത്തിൽ വാർത്ത കൊടുത്താൽ പോരാ. പിടിച്ച് പത്രത്തിൽ വാർത്ത കൊടുത്ത് അതിന്റെ എവിഡൻസ് കൊടുത്ത് സബ്സ്റ്റൻസ് ഹാജരാക്കി പ്രൂവ് ചെയ്ത് NDPS ആക്ട് അനുസരിച്ച് പ്രൂവ് ചെയ്ത് അവരെ ജയിലിലാക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അവർക്ക് വിട്ടുപോകാന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കാ പേടിയുണ്ടാവുന്ന? ഇത് അപകടത്തിലാണ് കേരളം. പൊളിറ്റിക്കൽ പാട്രണേജ് എന്ന് പറഞ്ഞാൽ അതിന് എന്താണ്? അതായത് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് ഈ മാഫിയക്ക് പല സ്ഥലത്തും. CPM ഉണ്ട്, ഗവൺമെന്റ്. അല്ലാതെ ഇപ്പൊ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. ഗവൺമെന്റ് സൈഡിലിരിക്കുന്ന റൂളിംഗ് പാർട്ടിയാണ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കുന്നത്. ഈ വാക്ക് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, അന്വേഷിച്ചിട്ട് പറഞ്ഞിട്ടാണ്, ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറഞ്ഞതാണ്. അതൊന്ന് വിട്ടുനോക്കിയേ. സംരക്ഷിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട്. അതുകൊണ്ടാണ് മടി പിടിക്കുന്നത്, പല സ്ഥലത്തും മടി പിടിക്കുന്നത്. എന്നിട്ട് കുറെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് കുറെ അവിടെ ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ പിടിച്ചിട്ട് പറയാണ് ഇത്ര കേസിന്റെ നമ്പർ കൂട്ടി കാണിക്കുക. 2022 ഞങ്ങളിത് കൊണ്ടുവരുന്നതിന്റെ എത്ര ഇരട്ടിയായി കേരളത്തിൽ വർദ്ധിച്ചു. ഇപ്പൊ ആളുകൾ പറയാണ്, നിങ്ങൾക്കറിയാലോ, 15 മിനിറ്റിനകം ആർക്ക് വേണമെങ്കിലും സാധനം കിട്ടും. അത്ര അവൈലബിലിറ്റിയാണ്. ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന സാധനമല്ല. അത് മന്ത്രി അവകാശപ്പെടുന്നത് കഞ്ചാവിന്റെ ഉപഭോഗം കുറഞ്ഞു എന്നാ. ശരിയാണ്, കഞ്ചാവല്ല ഇപ്പൊ അടിക്കണം, മറ്റേ സാധനം അടിക്കണം. MDMA കെമിക്കലും അടിക്കുന്നത്. കഞ്ചാവിന്റെ ഉപഭോഗം കുറഞ്ഞെന്ന് പറയാം. സിന്തറ്റിക് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. കഞ്ചാവിന്റെ ഉപഭോഗം കുറയാൻ കാരണം മറ്റേതിന്റെ ഉപഭോഗം കൂടിയെന്നാണ്. അതാണ് സത്യം, യാഥാർത്ഥ്യം അതാണ്. SAG, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി SAG ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.